ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സ്മൂത്തിയാണ്, ക്യാരറ്റ് വെച്ചുള്ള സ്മൂത്തി. ഇതിനു മുമ്പ് ഞാനൊരെണ്ണം ചെയ്തു ആപ്പിൾ വെച്ച്. അതുപോലെ തന്നെ ടേസ്റ്റുള്ള മറ്റൊരു സ്മൂത്തിയാണത്. ക്യാരറ്റൊക്കെ നമുക്ക് പച്ചക്കൊക്കെ കഴിക്കാനും കറി വെച്ച് കഴിക്കാനൊക്കെ മടിയുള്ളവരാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടി ആകെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആവശ്യമുണ്ട്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഡേറ്റ്സ് ആണ് നമ്മൾ ഷുഗറിന് പാർട്ട് ചേർക്കുന്നത്. പിന്നെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് 2-3 വിസിലടിച്ചാൽ തന്നെ നന്നായി വേവും. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് ഇത് അടിച്ചെടുക്കുക. ഇനി ഈ ബദാമും പിസ്തയും കാഷ്യൂനട്ടൊക്കെ ഈ ഡേറ്റ്സൊക്കെ എല്ലാം കൂടി ഒരു 15-20 മിനിറ്റ് കുറച്ച് പാലിൽ ചേർത്ത് കുതിർത്ത് വയ്ക്കാം. എന്നിട്ട് വേണം അത് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഓപ്ഷനിലാണ്. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. കുക്കർ മറ്റേ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇനിയിപ്പോൾ ഒരുപാട് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഒരുപാട് മധുരമായിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ തന്നെ. പിന്നെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി ചേർക്കാം. കുറച്ച് വാനില എസൻസ് ഒന്ന് ഫ്ലേവറിന് വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു സ്വാദിഷ്ടമായ ഒരു സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വെറൈറ്റി ഉള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.